യെസ് ഹലോ ഗായ്സ് ഹായ് മക്കളെ. യെസ് എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? എക്സാം ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചാ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ? പവർ ആയിട്ടിരിക്കല്ലേ? യെസ്, എക്സാം ഒക്കെ എല്ലാ എക്സാമിനേഷൻസും മക്കൾ അടിച്ചു പൊളിച്ച് എഴുതുന്നുണ്ടെന്ന് സാറിന് അറിയാം. അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഓണം എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായിട്ട് പവറായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട് എന്ന് സാറ് വിശ്വസിക്കുകയാണ്. 1-2 ക്വസ്റ്റ്യൻസ് കുഴപ്പിച്ച് കളഞ്ഞു എന്ന് കേട്ടു. എന്നാലും എന്താണ്, നല്ല പവറായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സാമിനേഷൻ ആയിരുന്നു അല്ലേ? യെസ്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, എങ്ങനെയുണ്ടായിരുന്നു എക്സാമിനേഷൻ? നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ഒന്ന് കമന്റ് ചെയ്യൂ, ഞാനൊന്ന് കാണട്ടെ, നമുക്ക് നോക്കാലോ. യെസ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ സോഷ്യൽ സയൻസിൽ ഓണം എക്സാമിനേഷന് ചോദിച്ച 31 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ അതിൽ എന്തൊക്കെ ഉത്തരങ്ങളാണ് വരേണ്ടിയിരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും സാറിന് ഇപ്പോൾ ഫോളോ ചെയ്യുക. നിങ്ങൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് പവറായിട്ട് പോവാം. ഓക്കെ, ഒരു ടെൻഷനും വേണ്ട, ഫ്രീ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് അറിയണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സെറ്റായിട്ട് പവറായിട്ട് സാറിനൊപ്പം ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യം answer the questions from 1 to 8. Each carries 1 score. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാത്തിനും ഓരോ മാർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ വിച്ച് ദ കോണിഫറസ് എവർഗ്രീൻ ട്രീസ് ആർ കോമൺ. അതിന്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എ ടൈഗ റീജിയൻ, ബി തുന്ദ്ര റീജിയൻ, സി സവന്ന ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് ഡി ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. നമ്മുടെ കോണിഫറസ് എവർഗ്രീൻ ട്രീസ് എവിടെയാണ്, ഏത് റീജിയനിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പലവട്ടം പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. എന്താണ് ആൻസർ വരുന്നത്? യെസ്, ഓപ്ഷൻ എ ടൈഗ റീജിയൻ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓക്കെ, ആൻസർ ടൈഗ റീജിയൻ. ഓക്കെ, യെസ്, ഞാൻ സ്പീഡിൽ മാറ്റി എന്നൊരു ഡൗട്ട്, അതാണ് ഞാൻ ഒന്നുകൂടി റെക്കോർഡ് പഠിച്ച് കാണിച്ചത്. യെസ്. ഓക്കെ, ഇനി സെക്കൻഡ്, ഫൈൻഡ് ഔട്ട് ദോസ് റിലേറ്റഡ് വിത്ത് ഡൊണാറ്റെലോ ഫ്രം എമംഗ് ദ ഫോളോയിങ്. ഡൊണാറ്റെലോ ആയിട്ട് ബന്ധപ്പെട്ട് താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യം ഗറ്റാമെലാറ്റ, ദെൻ ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, ദെൻ പിയറ്റ ഡേവിഡ്. ഏതായിരിക്കും ഒന്ന് കമന്റ് ചെയ്ത് കാണട്ടെ. സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. യെസ് 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 യെസ്. ഏതായിരിക്കും? ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് തരാം. സിമ്പിൾ പരിപാടി നമുക്കറിയാം അല്ലേ? ഏതൊക്കെയാണ്? ഗറ്റാമെലാറ്റ, പിന്നെ ഏതാ? ഡേവിഡ് അല്ലേ? അപ്പം അതിന്റെ ഓപ്ഷൻ ഏതാണ്? കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഏതാ? ആൻസർ ഓപ്ഷൻ സി, എ ആൻഡ് ടി. കറക്റ്റ്. സെറ്റ്. യെസ്. ഇനി നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഓക്കെ, അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, നിങ്ങളൊന്ന് വേഗം വായിക്കാം. ഞാൻ ഇപ്പോൾ വായിക്കും, എൻ്റെ ഒപ്പം ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾ പവറായിട്ട് സ്പീഡിൽ ഒന്ന് വായിച്ചു പോവാം. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ കൂടുതൽ സസ്പെൻസോ ഡിസ്റ്റോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. യെസ്, അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ അവിടെ കൊടുത്തിരിക്കുകയാണ്. Critical thinking, yes, relies on speculations or practices, self-reflection, bases itself on stereotypes. ഇതൊക്കെയാണ് ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ആൻസർ ഇതാണ് കൃത്യമായിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ സി, എ ആൻഡ് സി ആർ കറക്റ്റ് അല്ലേ? ക്രിട്ടിക്കൽ തിങ്കിങ്ങും സെൽഫ് റിഫ്ലക്ഷനുമാണ് ഇതിൻ്റെ കാറ്റസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ കോമൺ സെൻസ് നോളജിൻ്റെ കാറ്റസ്റ്റിക്സ് ആയിട്ടാണ് പോകുന്നത് അല്ലേ? യെസ്. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്, ഒറ്റ സെക്കൻഡ്. ഇത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മളിത് പവർഫുൾ ആയിട്ട് എഴുതി. യെസ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ്, നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സൈക്ലോൺ. ഓക്കെ, തന്നിരിക്കുന്നതിൽ ഏതാണ് സൈക്ലോൺ അല്ലാത്തത്? ഓപ്ഷൻ എ ഹറിക്കെയിൻസ്, ബി ടൈഫോൺസ്, സി വില്ലീസ് ആൻഡ് ഓപ്ഷൻ ഡി എന്താണ്? ഹാർമറ്റൻ. ഏതായിരിക്കും? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഞാൻ ഒരു ക്ലൂ തരാം. നമ്മുടെ ലോക്കൽ വിൻഡ് ആണ് എന്താണ് ഇതിനകത്ത് ഉൾപ്പെടാത്തത് അല്ലേ? ലോക്കൽ വിൻഡ് ആയിട്ടുള്ള ഏതാണ്? ഹാർമറ്റൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി, ഹാർമറ്റൻ. Then, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, arrange the table connected with the Renaissance art suitably and identify the correct sequence from the options given below. അതായത് റിനൈസൻസ് ആർട്ടുമായിട്ട് കുറച്ച് ചേട്ടന്മാരുടെ പേരോടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് അവരുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്. അപ്പോൾ ഒന്ന് നോക്കിയ മക്കളാ, ഓപ്ഷൻ എ മൈക്കൽ ആഞ്ചലോ നേരെ പോർട്രേറ്റ് ഹ്യൂമൻസ് ആസ് വൈസ്, മോഡറേറ്റ് ആൻഡ് ഡിഗ്നിഫൈഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്ഷൻ ബി ലിയാനോ ഡാവിൻസി 2 എന്ന് പറഞ്ഞു വർക്ക്സ്
ഫീച്ചർ പവർഫുൾ ആൻഡ് ഗ്രേസ്ഫുൾ ഹ്യൂമൻ ഫോംസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സി എന്ന് പറഞ്ഞ് റാഫേൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന്റെ നേരെ ഹാർമോണൈസസ് കളർ ഷെയ്ഡോ ആൻഡ് ലൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏതായിരിക്കും കൃത്യമായിട്ടുള്ള ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ബി ആണ് കൃത്യമായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് അല്ലേ. നമ്മുടെ മൈക്കൽ ആഞ്ചലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പവർഫുൾ ആൻഡ് ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഫീച്ചർ ചെയ്തിരുന്നത്. ലിയോനാർഡോ ഡാവിഞ്ചി എങ്ങനെയാണ് കളർ ഷാഡോ ലൈറ്റ് ഒക്കെ കൂട്ടിച്ചേർത്ത് പവർ ആയിട്ട് വരച്ചിരുന്നു. റാഫേൽ എങ്ങനെയാണ് മനുഷ്യനെ, അതായത് വൈസ് ആയിട്ടുള്ള മോഡറേറ്റ് ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള അന്തസ്സുള്ള മിതവാദികളായിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള മനുഷ്യന്മാരെയാണ് ആര് കാണിച്ചിരുന്നത്? നമ്മുടെ റാഫേൽ കാണിച്ചിരുന്നത്. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് മക്കൾ ശരിയാക്കിയിട്ടുണ്ടാവുമെന്ന് സാറിന് അറിയാം. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞു. 5 സിമ്പിൾ ആണ്. അപ്പൊ 5 മാർക്ക് ഓൾറെഡി സെറ്റ് ആണ്. യെസ്, ഇനി നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ബോർബൺ കിങ് ഹൂ ഡിക്ലെയർഡ് ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ബൂർബൺ രാജാവ് ആരാണ്? നെപ്പോളിയൻ അല്ല. ഇനി 14 ലൂയി 14 15 16 ആരാണ്? യെസ്, നമ്മുടെ ലൂയി 14 ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലൂയി 14 പറഞ്ഞിരിക്കുന്നത് ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം എന്ന് അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ഇനി നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ഹൗ സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് അഫക്ട് ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി. അതായത് നമ്മുടെ ഒരു സൊസൈറ്റിയിലെ ഇൻഡിവിജ്വലിനെ അതേപോലെ തന്നെ സൊസൈറ്റീനെയും പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ സ്ട്രക്ചേഴ്സ്, സോഷ്യൽ പ്രോബ്ലംസ് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് എക്സാമിൻ ചെയ്ത് പഠിപ്പിച്ചു തരുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന എന്താണ്? കോമൺ സെൻസ് നോളജ് ആണോ? അല്ല. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആണോ? അല്ല. സെൽഫ് റിഫ്ലക്ഷൻ ആണോ? അല്ല. പിന്നെ ആരാണ് ഗായ്സ്? നമ്മുടെ സോഷ്യൽ അനാലിസിസ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. യെസ്, ഇതാണ് നമ്മുടെ 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇതുവരെ സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് 8ാമത്തത്, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പെയേഴ്സ്. കൃത്യമായിട്ടുള്ള പെയേഴ്സ് കറക്റ്റ് ആയിട്ട് എന്താണ് നമ്മൾ എടുത്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തോമസ് മൂർ ഉട്ടോപ്പിയ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ഡാൻഡെ കാൻറ്റർബറി ടെയിൽസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ സി ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ജിയോഫ്രി ചൗസർ ഡോൺ കിസോട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഓൺലി എ ഈസ് കറക്റ്റ്, എ ആൻഡ് ബി ആർ കറക്റ്റ്. ഓൺലി എന്താണ് നമ്മുടെ ഡി ഈസ് കറക്റ്റ്. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് എ ആൻഡ് സി ആർ കറക്റ്റ്. ഏതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, തോമസ് മൂർ ഉട്ടോപ്പിയ അല്ലേ? ഉട്ടോപ്പിയ ആയിരിക്കുമല്ലോ. തോമസ് മോറിൽ ഉപ്പിട്ട് പിടിച്ചു നമ്മൾ കോഡിട്ട് ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. യെസ്, അതേപോലെ തന്നെ ഡാൻഡെ കാൻറ്റർബറി ടെയിൽസ് ആണോ? അല്ല. ദെൻ ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി ആണോ? ആയിരിക്കാം അല്ലേ. ജോഫ്രി ചൗസർ ഡോൺ കിസോട്ട് ആണോ? നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. യെസ്, ഓപ്ഷൻ ഡി എ ആൻഡ് സി ആർ കറക്റ്റ്. ഇതാണ് കൃത്യമായിട്ടുള്ള ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ ഓരോ ഓതേഴ്സും അവർ എഴുതിയിട്ടുള്ള വർക്ക്സുമാണ്. ഇത് നമ്മൾ ലൈവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റാണ്. ഇത് വെരി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. കൃത്യമായിട്ടുള്ള പേഴ്സിനെ നമ്മൾ തിരിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെറ്റല്ലേ, പവർ അല്ലേ? ഓക്കെ. യെസ്. ഇനി നെക്സ്റ്റ് ഇനി നെക്സ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യെസ്. അപ്പോൾ നമ്മൾ 8 ചോദ്യങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 9 to 15 into or more sentences. Each carries 2 scores. ഓക്കെ, അതായത് 9 മുതൽ 15 വരെ വരുന്ന ചോദ്യങ്ങൾക്ക് 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ സെന്റൻസ് വെച്ച് ഉത്തരം എഴുതുക. 2 മാർക്ക് വെച്ചാണ്. അപ്പോൾ വേഗം നോക്കാം. ആദ്യം, ഹൗ ഡസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റർ ആസ് പ്രസന്റഡ് ബൈ മാക്കിയവെല്ലി ത്രൂ ഹിസ് വർക്ക് ദ പ്രിൻസ് ഡിഫർ ഫ്രം ദ ട്രഡീഷണൽ മിഡീവൽ ഫ്യൂഡൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അതായത് നമ്മുടെ ദ പ്രിൻസ് എന്ന് പറഞ്ഞ വർക്കിൽ നമ്മുടെ നിക്കോളോ മാക്കിയവെല്ലി എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്, എങ്ങനെയാണ് ആ കഥയിലെ രാജാവ് ഫ്യൂഡൽ മിഡീവൽ ഫ്യൂഡൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് ഒരു വ്യത്യാസം വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരു കഥ പോലെ ഞാനിപ്പോൾ പറഞ്ഞുതരാം, അതേപോലെ എഴുതിയിട്ടുണ്ടാവുന്ന സാറിന് അറിയാം. ഓക്കെ, അത് എഴുതി കഴിഞ്ഞാൽ മാർക്കാണ്. അതായത് ഈ ദ പ്രിൻസിൽ പ്രധാനപ്പെട്ട ദ പ്രിൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കൃതി എഴുതിയിരിക്കുന്ന ആരാണ്? നിക്കോളോ മാക്കിയവെല്ലിയാണ് അല്ലേ. അതിനകത്ത് ഒരു രാജ്യത്തിന്റെ സെക്യൂരിറ്റി അല്ലെ അതോറിറ്റി ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രാജാവ് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ പാടില്ല, രാജ്യത്തിന് വേണ്ടി നിൽക്കണം. അതേപോലെ നമ്മുടെ മിഡീവൽ ഫ്യൂഡലിസത്തിന് എതിരെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിന്ന രാജാവ്
രാജാവായിരുന്നു ദ പ്രിൻസിലെ രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സെറ്റാണെന്ന് വിശ്വസിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 മാർക്കിന്റെ ചോദ്യമാണ്. ഏകദേശം ഷോർട്ട് ആക്കിയിട്ട് നിങ്ങളുടെ ഐഡിയയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ 2 മാർക്കാണ് മക്കളെ. യെസ്, ഇനി ബി പാർട്ടായിട്ട് 9ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഹൗ ഡിഡ് ദ ഔട്ട് ബ്രേക്ക് ഓഫ് ദ ബ്യൂബോണിക് പ്ലാഗ് ഇൻ ദ മിഡ് 14th century pave the way for the emergence of humanism? അതായത് 14ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പ്ലാഗ് എങ്ങനെയാണ് ഹ്യൂമനിസം മാനവികത ഉണ്ടാവാനായിട്ട് കാരണമായിരുന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 4 മാർക്കിന് 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം എന്തായിരിക്കും പരിപാടി എന്ന്. യെസ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് എന്താണ്, ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാം. ഓക്കെ, അതായത് വലിച്ചു വാരി എഴുതണ്ട, 2 മാർക്കിനനുസരിച്ചുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. പക്ഷേ അതിന് മെയിൻ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് വന്നിരിക്കണം. നമുക്ക് നോക്കാം, മീഡിയവൽ ഫ്യൂഡലിസം അവിടെ ഡിക്ലൈൻഡ് ആയി അല്ലേ. അഗ്രികൾച്ചർ സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ആൾക്കാർ എന്താ കൃത്യമായിട്ട് അത് നല്ല രീതിയിൽ ബാധിച്ചു. അതേപോലെ മിഡിൽ ക്ലാസ് വന്നു. അതേപോലെ നമ്മുടെ ഏൻഷ്യന്റ് മെഡിസിൻസ്, ഇറ്റലിയിലത്തെ ഏൻഷ്യന്റ് മെഡിസിൻസ് എന്താണ് ഫലിക്കാതെയായപ്പോൾ ആൾക്കാർ ഏത് മെഡിസിൻസ് തിരഞ്ഞെടുത്തു? ഏൻഷ്യന്റ് ഗ്രീസ് ആൻഡ് റോം. ഓക്കെ, ആ സമയത്ത് യൂസ് ചെയ്തിരുന്ന മെഡിസിൻസിനെ കുറിച്ച് അറിഞ്ഞു, ആൾക്കാർ ഇത് ഉപയോഗിച്ചു. അങ്ങനെ ആൾക്കാർ തമ്മിൽ എന്താ സ്നേഹം അല്ലേ. അതേപോലെ തന്നെ എന്താണ് വെൽബീയിങ് കാര്യങ്ങൾ, സീക്ക് വെൽനെസ് ഒക്കെ വന്നു എന്നാണ് പറയുന്നത്. മനുഷ്യനെ തിരിച്ചറിഞ്ഞു, അവിടെ എന്ത് വന്നു? ഹ്യൂമനിസം വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്ലാഗ് ഉണ്ടായപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. ഇങ്ങനെയാണ് എന്തുണ്ടായത്? ഹ്യൂമനിസം ഉണ്ടായത്. ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യം ഒന്ന് ഉൾക്കൊള്ളിച്ച് ചുരുക്കി സെറ്റാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് അവിടെ നിങ്ങൾ നേടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ ചാപ്റ്ററിൽ അതിൽ നിന്ന് വന്നിരിക്കുന്നതാണ് കേട്ടോ. 10A എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ടീനേജേഴ്സ് ആർ ഓൾവേസ് റിബല്ലിയസ് ആൻഡ് ഇറസ്പോൺസിബിൾ. എലൂസിഡേറ്റ് ഹൗ ദിസ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി ആൻ എക്സാമ്പിൾ ഫോർ സ്റ്റീരിയോ ടൈപ്പ്. അതായത് ടീനേജേഴ്സ് ഭയങ്കര റിബല്ലിയസ്, നിഷേധികളും അതേപോലെ ഉത്തരവാദിത്തം ഇല്ലാത്ത ആൾക്കാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സ്റ്റീരിയോ ടൈപ്പ്, വാർപ്പ് മാതൃക വെച്ചിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റുക എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. യെസ്, സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം, നിങ്ങളിത് മനസ്സിലാക്കിയാൽ മതി. അതായത് സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള ധാരണകളെ, കലാകാലങ്ങളായിട്ട് ഉണ്ടായി വരുന്ന ധാരണകളെ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോ ടൈപ്സ് അല്ലേ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? എല്ലാവരുടെ ഉള്ളിലേക്ക് സ്ത്രീയാണ് വരാം അല്ലേ. ടീച്ചർ എന്ന് പറഞ്ഞാൽ സ്ത്രീ, പൈലറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഒരു പുരുഷൻ. അങ്ങനെ വരാം അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 പേർക്കും ജോലി ചെയ്യാലോ. യെസ്, അപ്പോൾ ഒരു പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനാണ്, നേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്, ടീച്ചർ എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്. ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ആണ് എന്ന് പറഞ്ഞുള്ളൊരു ചിന്തയുണ്ടല്ലോ. അപ്പോൾ ഇതിനൊക്കെ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോ ടൈപ്സ്. ഇങ്ങനത്തെ ധാരണകളെ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോ ടൈപ്സ്. അപ്പോൾ മെയിനായിട്ട് ഈ സ്റ്റീരിയോ ടൈപ്സ് വഴി എന്താണ്, ടീനേജേഴ്സ് എന്താ, അവർക്ക് ഉത്തരവാദിത്തം ഇല്ല അല്ലെ, അവർ ഭയങ്കര നിഷേധികളാണ്, പറഞ്ഞാൽ കേൾക്കൂല, അവർ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് സ്റ്റീരിയോ ടൈപ്സ് വഴി ഒരുപാട് കോൺസെപ്ഷൻ നമ്മുടെ എന്താണ് സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റീരിയോ ടൈപ്സ് വഴി ഉണ്ടായി വന്നിരിക്കുന്നതാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എന്താ, സ്റ്റീരിയോ ടൈപ്സിനെ ബേസ് ചെയ്ത് മാത്രം വന്നിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്നാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ശൈലിയിൽ, നിങ്ങളുടെ രീതിയിൽ എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഈ സ്റ്റീരിയോ ടൈപ്സിനെ കണക്ട് ചെയ്ത് നിങ്ങളുടെ ശൈലിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. പക്ഷേ കൃത്യമായിട്ടുള്ള ഉത്തരമായിരിക്കണം. ഇനി നെക്സ്റ്റ്, അനു കുഡിന്റ് ടേക്ക് കെയർ ഓഫ് ഹെർ സ്റ്റഡീസ് നൗ എ ഡേയ്സ്. ഈസ് ഇറ്റ് മിയർലി ആൻ ഇൻഡിവിജ്വൽ പ്രോബ്ലം? വാട്ട് അതർ ഫാക്ടേഴ്സ് മൈറ്റ് ഹാവ് ഇൻഫ്ലുവൻസ്ഡ് ഹെർ? അതായത് അനുവിന് പഠിക്കാനായിട്ട് പറ്റുന്നില്ല, അത് അനുവിൻ്റെ മാത്രം പ്രശ്നമായിരിക്കോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം അതിലുണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആയിരിക്കോ? അനുവിൻ്റെ മാത്രം പ്രശ്നമായിരിക്കോ? നിങ്ങൾ പറഞ്ഞേ, അനുവിൻ്റെ മാത്രം പ്രശ്നമായിരിക്കോ? നമുക്ക് നോക്കാം ആൻസർ എന്താണെന്ന്. അല്ല, അനുവിൻ്റെ മാത്രം പ്രശ്നമായിരിക്കില്ല. ചിലപ്പോൾ അനുവിന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിലോ, സോഷ്യൽ ആയിട്ടുള്ള എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള പ്രശ്നമുണ്ടെങ്കിലോ, അഡ്മിനിസ്ട്രേറ്റീവ്, പൊളിറ്റിക്കൽ, ജോഗ്രഫിക്കൽ ഡിസ്പാരിറ്റീസ്, കൾച്ചർ ഫാക്ടേഴ്സ്, ഇതൊക്കെ എന്താണ് നമ്മുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രോബ്ലത്തിനെ ബാധിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇവിടെ എന്താണ്, അനുവിൻ്റെ മാത്രം പ്രശ്നം കൊണ്ടല്ല അല്ലേ. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പ്രകാരം എന്താ നമുക്ക് പറയാനായിട്ട് പറ്റുക, ഇവിടെ ഒരു പ്രശ്നത്തിന് എന്താ നല്ല രീതിയിലുള്ള കാരണങ്ങൾ ഉണ്ടാവാം അല്ലേ, സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് സോഷ്യൽ ആയിരിക്കാം, എൻവയോൺമെൻ്റൽ ആയിരിക്കാം, ഫിനാൻഷ്യൽ ആയിരിക്കാം, സാമ്പത്തികം, സാമൂഹികം, അങ്ങനെ അതേപോലെ സാംസ്കാരികം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാവാം നമ്മുടെ അനുവിന് പഠിക്കാൻ പറ്റാഞ്ഞത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ് മക്കളെ. ഇതും നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതേണ്ട ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ 2 മാർക്ക് അവിടെ എന്താണ്, എ പാർട്ടിനെ ബി പാർട്ടിനെ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ അവിടെ ഏതെങ്കിലും ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് അവിടെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് യെസ്, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
11ാമത്തെ ക്വസ്റ്റ്യൻ വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഇത് അടിപൊളി ചോദ്യമാണുള്ള, എൻ്റെ പിള്ളേർ 2 മാർക്ക് നേടിയിട്ടുണ്ടാവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ച, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് സെറ്റ് ആക്കിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ നേടിക്കഴിഞ്ഞെന്ന് ഞാൻ ഉറപ്പിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് 2 മാർക്ക് നേടിക്കഴിഞ്ഞെന്ന് ഉറപ്പിച്ച ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചാലോ. ദ കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ക്ലൗഡ്സ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ക്ലൗഡ്സ് ആൻഡ് റൈറ്റ് ദ നെയിംസ്. ക്ലൗഡ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ ക്ലൗഡ്സ് ആണെന്ന് ഈ സ്റ്റേറ്റ്മെന്റ് വഴി നമ്മളെടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, ഡാർക്ക് റെയിൻ ബിയറിംഗ് ക്ലൗഡ്സ് ഫോംഡ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. തിൻ ഡെലിക്കേറ്റ് ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ഫോംഡ് അറ്റ് വെരി ഹൈ ആൾട്ടിറ്റ്യൂഡ്സ്. അതാണ് ബി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഏതാണ് ആൻസർ അറിയാം അല്ലെ? നല്ല മഴ പെയ്പ്പിക്കുന്ന മേഘങ്ങൾ ക്ലൗഡ്സ് ഏതാണ്? നമ്മുടെ എന്താണ് തിന്നായിട്ട് തൂവല് പോലിരിക്കുന്ന മേഘങ്ങൾ ഏതാണ്? ഏതായിരിക്കോടാ? യെസ്, ഓപ്ഷൻ എ ഏതാണ് മഴ പെയ്പ്പിക്കുന്നത് അല്ലെ? ഇരുണ്ടിട്ടുള്ള മേഘം ഏതാ? നിംബസ് ക്ലൗഡ് ആണ്, നിംബസ് മേഘമാണ്. ഓപ്ഷൻ ബി ഏതായിരിക്കും? ബി, നല്ല പൊക്കത്തിലുണ്ടാവുന്ന തൂവൽ പോലെ ഇരിക്കുന്ന ക്ലൗഡ് ഏതാണ്? സിറസ് ആണ്. ഓക്കെ, സെറ്റ് ആണല്ലോ. ഇതാണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മളൊക്കെ പലവട്ടം പഠിച്ചു പോയതാണ്. നമ്മൾ ഓൾറെഡി ഇത് ലൈവിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും സെറ്റായി എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, ഇനി ഇവാലുവേറ്റ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ഇൻ ദ ഫ്രഞ്ച് റെവല്യൂഷൻ. ഇത് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫ്രഞ്ച് റെവല്യൂഷനിൽ വുമൻ്റെ പാർട്ടിസിപ്പേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ എഴുതേണ്ട 2 വ്യക്തികളുടെ പേരുണ്ട്. ഒളിമ്പിയ ഡി ഗൂഷനും അതേപോലെ തന്നെ മാഡം ജിയാനി റോളൻഡും. ഇവരുടെ പേര് മസ്റ്റായിട്ടും ഇതിനകത്ത് എഴുതിയിരിക്കണം കേട്ടോ. ഇവരുടെ പേര് എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൽ മാർക്ക് മുഴുവനായിട്ട് ആ 2 മാർക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒരു കഥ പോലെ ഇത് പറഞ്ഞത് സിമ്പിളാണ്. ലൂയി 14 കൊട്ടാരത്തിലേക്ക് ഫുഡ് ഷോർട്ടേജ് കാരണം സ്ത്രീകൾ, നമ്മുടെ വുമൻസ്, അതായത് നമ്മുടെ ഫ്രാൻസിലെ വുമൻസ് മാർച്ച് ചെയ്തു. അവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? നമ്മുടെ ബ്രൂംസ്, സ്വാർഡ്സ്, സ്പീഡ്സ്, ഗണ്ണ്, അതായത് നമ്മുടെ ഈ കുന്തം, അതേപോലെ തന്നെ വാള്, പിന്നെ ചൂല്. ബ്രൂംസ് എന്ന് പറഞ്ഞാൽ ചൂലാണ്. പിന്നെ ഗൺസ്, തോക്കൊക്കെ ഉണ്ടായിരുന്നു. നേരെ പോയി ലൂയി 16 പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവർ ആവശ്യങ്ങൾ അറിയിച്ചപ്പോൾ ഈ ലൂയി 16 നാഷണൽ അസംബ്ലി പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചോളാം, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തരാമെന്ന് പറഞ്ഞ് അവിടുന്ന് തടിയൂരാണ് അല്ലെ. അതുകൂടാതെ മാഡം ജിയാനി റോളൻഡ് അല്ലെങ്കിൽ മാഡം റാങ് റോളൻഡ്, ഒളിമ്പിയ ഡി ഗൂഷ്, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച രണ്ട് സ്ത്രീകളാണ്, പ്രധാനപ്പെട്ട സ്ത്രീകളാണ്. ഇവരുടെ കാര്യം എഴുതാം. വുമൻസിനും അതേപോലെ മെൻസിനും ഈക്വൽ റൈറ്റും ഈക്വൽ പവർ വേണമെന്ന് പറഞ്ഞ ആരാണ്? ഒളിമ്പിയ ഡി ഗൂഷാണ്. അതേപോലെ റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു റൈറ്റ് നേടിയെടുത്ത, അല്ലെങ്കിൽ വുമൻസിന്റെ ഇക്വാലിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സ്ത്രീ ആയിരുന്നു ആരാ? മാഡം ജിയാനി റോളൻഡ് അല്ലെങ്കിൽ മാഡം റാങ് റോളൻഡ്. ഈ 2 കാര്യങ്ങൾ മക്കൾ പെശകായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് സാറിന് അറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ 2 മാർക്കാണ്. അപ്പോൾ ഈ പേര് മസ്റ്റായിട്ട് ഈ ആൻസറിൽ വന്നിട്ടുണ്ടാവണം. ബാക്കി കാര്യങ്ങളൊക്കെ ഷോർട്ടായിട്ട് എഴുതിയാലും മതി. ബട്ട് ഈ പേര് മസ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന് 2 മാർക്ക് കിട്ടത്തുള്ളൂ. ഇനി നെക്സ്റ്റ് യെസ്, ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്ത ഒരു പവർഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹോട്ട് ഡെസേർട്ട് ആർ മോസ്റ്റ്ലി കൺഫൈൻഡ് ടു ദ വെസ്റ്റേൺ മാർജിൻ ഓഫ് കോണ്ടിനെന്റ്സ്. വൈ? അതായത് നമ്മുടെ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അരികിലാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കേട്ടോ, ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞ വിൻഡ് ഉണ്ട്. ഇത് ട്രാവൽ ചെയ്ത് നമ്മുടെ കോണ്ടിനെന്റിൻ്റെ, നിങ്ങൾ നോക്കിയേ, ഇതൊരു കോണ്ടിനെന്റ് ആണെങ്കിൽ കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇതിലെ മോയിസ്റ്റർ ലെസ്സാവും, നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ മോയ്സ്ചർ നഷ്ടപ്പെടുമ്പോൾ കാറ്റ് എന്തായിട്ട് വീശും? ഡ്രൈ ആയിട്ട് വീശും അല്ലെ, വരണ്ട കാറ്റായിട്ട് വീശും. അങ്ങനെ കാലാകാലങ്ങളായിട്ട് വരണ്ട കാറ്റ് അടിച്ചാണ് എവിടെ മരുഭൂമി ഉണ്ടാവുന്നത്? നമ്മുടെ കോണ്ടിനെന്റ്സിന്റെ വെസ്റ്റേൺ മാർജിനിൽ മരുഭൂമികൾ ഉണ്ടാവുന്നത്. സെറ്റാണല്ലോ. ഈ കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ 2 മാർക്കാണ്. അപ്പൊ കാറ്റ് ചെല്ലുന്നു, മോയ്സ്ചർ നഷ്ടപ്പെടുന്നു, പിന്നെ എന്തായിട്ട് മാറുന്നു? കാറ്റ് ഡ്രൈ ആയിട്ട് വരണ്ട കാറ്റായിട്ട് മാറുന്നു. അങ്ങനെ വർഷം മൊത്തം ഡ്രൈ ആയിട്ടുള്ള ചൂടായിട്ടുള്ള കാറ്റ് വീശി അങ്ങനെ വർഷങ്ങളോളം കിടന്ന് എന്തുണ്ടാവുന്നത്? വെസ്റ്റേൺ മാർജിനിൽ പടിഞ്ഞാറേ അരികിൽ, നമ്മുടെ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അരികിൽ എന്തുണ്ടാവുന്നത്? നമ്മുടെ ഇത് ഏതാ? ഡെസേർട്സ് അല്ലെങ്കിൽ മരുഭൂമികൾ ഉണ്ടാവുന്നത്. യെസ്. ഇനി നെക്സ്റ്റ്, complete the table related to the changes that took place in France through the administrative reforms of Napoleon. നെപ്പോളിയന്റെ ഭരണ പരിഷ്കാരങ്ങളുണ്ട് അല്ലെ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന റീഫോംസിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ആ റീഫോംസ് വഴി വന്നിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ, എക്കണോമിക് റീഫോംസ്, ബി, മിലിറ്ററി റീഫോംസ്. അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഏതൊക്കെയാണ്? എക്കണോമിക് റീഫോംസിൽ നമ്മുടെ നെപ്പോളിയൻ ഒരു ബാങ്ക് കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് എന്ത്? ബാങ്ക് ഓഫ് ഫ്രാൻസ്
ഫ്രാൻസ്. അതേപോലെ മിലിറ്ററി റിഫോംസിൽ എന്താ സെവറൽ ബറ്റാലിയൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. യെസ്, ഓക്കെ, ഇവിടെ വരെ സെറ്റ് ആണല്ലോ. ഞാൻ ഇത്തിരി സ്പീഡ് കൂടി പോയോ എന്നൊരു ഡൗട്ട്, പക്ഷേ നമ്മളിത് പഠിച്ച കാരണം സാർ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. സെറ്റല്ലടാ മക്കളെ. യെസ്, ഇനി നെക്സ്റ്റ് ഇവിടെ 2 A B എന്ന് പറയുന്ന 2 ചേട്ടന്മാരെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഐഡന്റിഫൈ ദ ക്ലൈമാറ്റിക് റീജിയൻ ഇൻ വിച്ച് ദ ഫോളോയിങ് നേറ്റീവ് പീപ്പിൾ ബിലോങ് ടു. അതായത് ഈ ക്ലൈമാറ്റിക് റീജിയണിൽ, അതായത് ഓരോ ക്ലൈമാറ്റിക് റീജിയനിലെയും എന്താണ് ഓരോ നേറ്റീവ് പീപ്പിളിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അവർ ഏത് ക്ലൈമാറ്റിക് റീജിയനിലെ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബുഷ്മനും അതേപോലെ മാസായി അല്ലെ, മാസായി എന്ന് നമ്മൾ പറയും. യെസ്, അപ്പോൾ ബുഷ്മൻ വരുന്നത് ഹോട്ട് ഡെസേർട്ടിലും മസായി വരുന്നത് സെവന്ന ക്ലൈമാറ്റിക് റീജിയനിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബുഷ്മൻ എവിടെയാണ്? ഹോട്ട് ഡെസേർട്ടിലാണ് വരുന്നത്. ഓക്കെ, ഗാൽഹാരി ഡെസേർട്ടിലെ ഒരു നേറ്റീവ് പീപ്പിൾ ആണ് ബുഷ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാസായി ഏത് റീജിയനിലാണ് വരുന്നത്? സവന്ന ക്ലൈമാറ്റിക് റീജിയനിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ആൻസർ. Yes, ഇനി നെക്സ്റ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 16 to 23 in 3 or more sentences. Each carries 3. അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയേട്ടാ. 31-ൽ 15 കഴിഞ്ഞു. ഇനി 16 മുതൽ 23 വരെയുള്ള ക്വസ്റ്റ്യൻസിന് 3 മാർക്ക് വെച്ചാണ്. ഏതൊക്കെ ചോദ്യങ്ങളാണെന്ന് നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ ദേ നമ്മുടെ കൺസ്യൂമർ കോഡ് അല്ലെ, ഉപഭോക്തൃ കോടതികളുടെ ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് പെട്ടിയിൽ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. BCA എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. മുകളിൽ ബിയും സിയും താഴത്തെ എയും എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. യെസ്, ഏതൊക്കെയാണ് ആ കൺസ്യൂമർ കോഡ്സ്, അതേപോലെ ഓരോന്നിലും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ സുപ്രീം കോർട്ടാണ്. അതിനുശേഷം ആരാണ്? നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ ആണ്. ഓക്കെ, 10 കോടിക്ക് മുകളിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കേസസ് ആണ് എന്താ ഇവരെടുക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. 10 കോടിക്ക് മുകളിൽ വരുന്ന കേസസ് ഇവരെടുക്കത്തുള്ളൂ. ദെൻ അതേപോലെ സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ. ഓക്കെ, അവർ 1 കോടി മുതൽ 10 കോടി വരെ വരുന്ന കാര്യങ്ങൾ അതിൻ്റെ ഇടയിലുള്ള കേസസ് എടുക്കത്തുള്ളൂ. ദെൻ അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ അവര് എന്താണ് 1 കോടി വരെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന കേസസ് മാത്രമേ എടുക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, എയുടെ ഉത്തരമായിട്ട് വരുന്നത് ഇതാണ് എയുടെ ഉത്തരം. ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ പറഞ്ഞതാണ്. ദെൻ ബിയുടെ ഉത്തരം ഏതാണ്? ബിയുടെ ഉത്തരം ഈ സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസലാണ് ബിയുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അതേപോലെ തന്നെ നോക്കി സിയുടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത് കേട്ടോ. ഏതാണ്? ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, സെറ്റ് ആണല്ലോ മക്കളെ. ഇത് മനസ്സിലായല്ലോ. സിമ്പിൾ ആണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ എ പാർട്ട് ഉണ്ട്. വാട്ട് ആർ ദ റീഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി ഇൻ ദ സോഷ്യൽ എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ സ്പേസ് ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിലെ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ ഫ്രഞ്ച് ദേശീയ സഭ നടപ്പിലാക്കിയിട്ടുള്ള എന്താണ് പരിഷ്കാരങ്ങളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. നമ്മൾ പഠിച്ചിരുന്ന ലൈവിൽ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞതായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? അവരൊരു യൂണിഫൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു, ഒരു പുതിയ കറൻസി അസൈൻ ആക്ട് എന്ന് പറഞ്ഞു കൊണ്ടുവന്നു. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ റിലീജിയസ് ലീഡേഴ്സിന്റെ കയ്യിലുണ്ടായിരുന്ന എന്താണ് പ്രോപ്പർട്ടീസ് കണ്ടുകെട്ടി. ദെൻ എന്താണ് കംപ്ലീറ്റ് റിലീജിയസ് ടോളറൻസ് എന്താണ് അവർ ഡിക്ലെയർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. കംപ്ലീറ്റ് റിലീജിയസ് ടോളറൻസ് അവർ ഡിക്ലെയർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് എന്താ ഇതിനകത്ത് പറയുന്നേ? നമ്മുടെ ക്ലർജി എന്താണ് ഗവൺമെന്റിന്റെ എംപ്ലോയീസ്, ഗവൺമെന്റിന്റെ സാലറി പറ്റുന്ന എംപ്ലോയീസ് ആക്കി മാറ്റി എന്ന് പറയുന്നുണ്ട്. ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ 3 മാർക്കാണ്. മിനിമം ഒരു 3 പോയിന്റെങ്കിലും വന്നിരിക്കണം. അവിടെ 3 മാർക്കാണ്. ഇനി ദ മാപ്പ് ഓഫ് യൂറോപ്പ് ഹാസ് ബീൻ റിഡ്രോൺ ആഫ്റ്റർ ദാറ്റ് ദ ഡിഫീറ്റ് ഓഫ് നെപ്പോളിയൻ. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ഓൺ ദ മേജർ ഡിസിഷൻസ് ഓഫ് ദ കോൺഗ്രസ് ഓഫ് വിയന്ന. അപ്പൊ നെപ്പോളിയന്റെ എന്താണ് ആ തോൽവിക്ക് ശേഷം നമ്മുടെ യൂറോപ്പിലെ മാപ്പ് എന്താണ് പല രീതിയിൽ മാറ്റി വരയ്ക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം നെപ്പോളിയൻ പിടിച്ചടക്കി ഈ ഫ്രാൻസിന്റെ ഒപ്പം കുറെ രാജ്യങ്ങൾ കൂട്ടിച്ചേർത്ത് മാപ്പൊക്കെ മൊത്തം മാറ്റി വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോൺഗ്രസ് ഓഫ് വിയനയിൽ എടുത്തിട്ടുള്ള മേജർ ആയിട്ടുള്ള ഡിസിഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. നമ്മൾ ലൈവിൽ പറഞ്ഞതാണ്. ഏതൊക്കെയായിരുന്നു? നമ്മുടെ യൂറോപ്പിലും ഫ്രാൻസിലൊക്കെ ഉണ്ടായിരുന്ന ഫ്രഞ്ച് റെവല്യൂഷന് മുമ്പ് ഉണ്ടായിരുന്ന ആ മൊണാർക്കീസിന് എന്താണ് തിരിച്ചു കൊണ്ടുവരാ. ദെൻ എന്താണ് റീസ്റ്റോർ ദ ബൂർബൺ മൊണാർക്കി ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ ബൂർബൺ മൊണാർക്കിനെ എന്താണ് തിരിച്ചു കൊണ്ടുവരാം. അതേപോലെ തന്നെ ബ്രിട്ടൻ നേവിയിൽ സൂപ്പറാണ്, അവർക്കാണ് ഏറ്റവും അധികാരം എന്ന് എന്താണ് അംഗീകരിക്കുക. അതേപോലെ ഈസ്റ്റേൺ യൂറോപ്പിലെ അധികാരം ആധിപത്യം ആർക്ക് കൊടുക്കുക? റഷ്യക്ക് കൊടുക്കുക, അത് അംഗീകരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ സെൻട്രൽ യൂറോപ്പിലെ ആധിപത്യം അല്ലെങ്കിൽ അധികാരം ഓസ്ട്രിയക്കാണെന്ന് എന്താ അംഗീകരിക്കുക, സമ്മതിക്കുക. ഇതൊക്കെയാണ് ഇതിലത്തെ ഡിസിഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് 4 പോയിന്റ് ഉണ്ട്. ഇനി 3 ആണ് ഞാൻ മിനിമം പറയുന്നത്. പക്ഷെ മൊത്തമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആണ് മക്കളെ. എപ്പോഴും ഇത്തിരി കൂട്ടിയിരുന്നാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ
അപ്പോൾ ഇവിടെ 3 മാർക്ക് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്കോളാസിസം? അനലൈസ് എ ഷിഫ്റ്റ് ഫ്രം ദ സ്കോളാസിസം ടു കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമനിസം. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് സ്കോളാസിസവും ഹ്യൂമനിസം എന്താണ് എഴുതി കഴിഞ്ഞാൽ അവിടെ മാർക്കാണ്. അപ്പം മതത്തിൽ മുങ്ങിക്കെടുക്കുന്ന ക്രിസ്ത്യൻ തിയോളജിനെ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന കോൺസെപ്റ്റ് ആണ് സ്കോളാസിസം. അതേപോലെ തന്നെ ക്രിസ്ത്യൻ തിയറിയിൽ നിന്ന് അല്ലെങ്കിൽ ആ തിയോളജിയിൽ നിന്ന് മാറി വന്നിരിക്കുന്ന കോൺസെപ്റ്റ് ആണ് ഹ്യൂമനിസം എന്ന് പറയാം. ഓക്കെ, അതേപോലെ ഡിവൈനും ആഫ്റ്റർ ലൈഫിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരെയാണ് സ്കോളാസിസത്തിലാണ്. അതേപോലെ തന്നെ നോളജ് റിസർച്ച് ഒക്കെ ചെറുതായിട്ട് അവിടെ എൻകറേജ് ചെയ്യും, സ്കോളാസിസത്തിൽ എൻകറേജ് ചെയ്യും. അതേപോലെ തന്നെ ഹ്യൂമൻ എക്സ്പീരിയൻസ്, വേൾഡ്ലി ലൈഫ്, റാഷണൽ ഇൻക്വയറിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരെയാണ് ഹ്യൂമനിസത്തിലാണ്. അതേപോലെ തന്നെ മനുഷ്യൻ ഇമോഷൻസ്, അതേപോലെ തന്നെ കാപ്പബിലിറ്റീസ്, ലിറ്റററി എക്സ്പ്രഷൻസ് ഒക്കെ എന്താ ഇവർ ഇതിനെയൊക്കെ നല്ല രീതിയിൽ ഹ്യൂമനിസത്തിൽ എന്താണ് നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുക്കും അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യുമെന്നാണ് പറയുന്നത്. മിക്ക ഹ്യൂമനിസ്റ്റുകളും ഇതിനൊക്കെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 18ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ, ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സവന്ന ക്ലൈമറ്റിക് റീജിയൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് ABC ഇതിൻ്റെ ടെമ്പറേച്ചർ, വെജിറ്റേഷൻ, ലിവ്ലിഹുഡ് വിട്ടുപോയിട്ടുണ്ട്, അത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇനി ടെമ്പറേച്ചർ വരുന്നത് 21 മുതൽ 32 ഡിഗ്രി വരെയാണ്. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതേപോലെ ഇവിടെ കാണുന്ന ട്രീസ്, ഡിസിഡിയസ് ട്രീസ്, ടോൾ ഗ്രാസസ്, അതായത് ഇലപൊഴിയും കാടുകൾ, നല്ല വലിയ പുല്ലുകൾ കാണാം. അതേപോലെ ഷോർട്ട് ബുഷസും അതേപോലെ തന്നെ തോണി ഫോറസ്റ്റും. ഡെസേർട്ടിൻ്റെ ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഷോർട്ട് ആയിട്ടുള്ള ബുഷസ്, കുട്ടിച്ചെടികൾ, അതേപോലെ തന്നെ മുൾക്കാടുകളൊക്കെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ദെൻ എന്താണ് ആനിമൽ ഹസ്ബൻഡറിയും അഗ്രികൾച്ചർ, അതായത് മൃഗപരിപാലനവും കൃഷിയും ഇവിടെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇനി ഇതൊക്കെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വലിയ സെന്റൻസ് എഴുതണമെന്നില്ല, ഇതിന്റെ കുഞ്ഞി പോയിന്റ്, ഇതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, അതേപോലെ ഇവിടുത്തെ ട്രീസ് ഏതൊക്കെയാണ്, ദെൻ ആനിമൽ ഹസ്ബൻഡറി ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ഈ പോയിന്റും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ 3 മാർക്ക് സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് കോമൺ സെൻസ് നോളജ് അപ്രോച്ച് ഡിഫറെന്റ് ഫ്രം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ച് ഇൻ ദ അനാലിസിസ് ഓഫ് സോഷ്യൽ പ്രോബ്ലംസ്? ഒന്നുമില്ല, സോഷ്യോളജിക്കൽ ഇമാജിനേഷനും കോമൺ സെൻസ് നോളജും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലൈവിൽ പറഞ്ഞ നെക്സ്റ്റ് ചോദ്യം ഭൂരിഭാഗം നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, ഇതാണ് 3 ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, കോമൺ സെൻസ് നോളജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടീസ് വഴിയൊക്കെ നമുക്ക് ഉണ്ടാവുന്ന നോളജാണ് കോമൺ സെൻസ് നോളജ്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു ഇൻഡിവിജ്വലിനെയും സൊസൈറ്റിനെ ബന്ധപ്പെടുത്തി പഠിക്കുന്ന കാര്യമാണ് ഏതാ നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷന് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഓരോ പോയിന്റിലും റിപ്പീറ്റ് അടിച്ച് പറഞ്ഞു പോകുന്നത് ഈ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്, മാറി മറിഞ്ഞൊക്കെ വരുന്നുള്ളൂ. മെയിനായിട്ട് ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഒന്ന് എക്സ്പീരിയൻസിനെയും പേഴ്സണൽ നോളജിനെയും ബേസ് ചെയ്തിട്ടാണെങ്കിൽ മറ്റേതെന്താണ് കൃത്യമായിട്ട് സൊസൈറ്റിനെയും ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ്. അതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വരുന്നത്. കോമൺ സെൻസ് നോളജ് നമ്മൾ പറഞ്ഞു, നമ്മുടെ എക്സ്പീരിയൻസ്, വ്യൂസ്, നമ്മുടെ ബിലീഫ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 3 പോയിന്റിലും ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊന്ന് എന്താണ് വായിച്ച് നോക്കാം, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് എഴുതിയിട്ടുണ്ടാവുമെന്ന് സാറിന് അറിയാം. എന്തായാലും എൻ്റെ മക്കളെല്ലാവരും പവറായിട്ട് ഈ ക്വസ്റ്റൻ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് 3 മാർക്കാണ്. എത്ര മാർക്കാണ്? 3 മാർക്കാണ്. ഇനി നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വീശുന്ന മൺസൂൺ വിൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഈ വിൻഡ്? ഏതായിരിക്കും വിൻഡ്? ഞാൻ പറയാം, ഒന്ന് കമൻറ്റ് ചെയ്തേ. നമ്മുടെ ഇന്ത്യയിൽ കംപ്ലീറ്റ് മഴ കൊടുക്കുന്ന ഒരു വിൻഡാണ്. അതാണ് ഏത് വിൻഡ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. അതായത് ആൻസർ കാണിച്ചാലോ, നോക്കിക്കോ, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം മെയിനായിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാവണമെന്ന്, അല്ലെങ്കിൽ ഈ ഒരു കാറ്റ് എങ്ങനെ വീശണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓക്കെ, ഞാൻ ഒരു ഇന്ത്യ വരയ്ക്കാം. ഇന്ത്യ വേണ്ട, നമുക്ക് ഈ പിക്ചറിൽ തന്നെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, ഈ കാറ്റ് കണ്ട, ഈ വീശുന്ന കാറ്റ് കണ്ട, ഇതാണ് എന്ത് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ സമ്മർ ടൈമിൽ എന്താ ലാൻഡ് ഹീറ്റ് ആവും. ഓക്കെ, ലാൻഡ് ശരിക്കും അടിപൊളിയായിട്ട് തകർപ്പനായിട്ട് ഹീറ്റ് ആകുമ്പോൾ ഇവിടെ എന്താണ് ലോ പ്രഷർ ആവും. അപ്പോൾ സമുദ്രത്തിൽ അല്ലെങ്കിൽ ഓഷ്യൻ ഭാഗത്ത് എന്തായിരിക്കും ഹൈ പ്രഷർ ആയിരിക്കും. കാറ്റ് എങ്ങനെയാണ് വീശുക? ഹൈന്ന് ലോയിലേക്ക്. കാറ്റ് വളഞ്ഞ് ഭൂമിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിലേക്ക് കയറാൻ കാരണം കോറിയോളിസിസ് ഫോഴ്സ് ആണ്, കോറിയോളിസിസ് പ്രഭാവമാണ് നമുക്കറിയാം. അപ്പോൾ അത് കാരണമാണ്, അല്ലെങ്കിൽ കോറിയോളിസിസ് ബലം കാരണമാണ് കാറ്റ് വളഞ്ഞ് ഉള്ളിലേക്ക് കയറുന്നത്. അങ്ങനെ ഉള്ളിലേക്ക് കയറി ഇന്ത്യയുടെ പല ഭാഗത്തും മഴ കൊടുക്കുന്ന ആ ഒരു വിൻഡാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. ആ സീസണാണ് എന്ത് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സമ്മർ ടൈമിൽ ലാൻഡിലായിരിക്കും ലോ പ്രഷർ, അതേപോലെ തന്നെ നമ്മുടെ ഓഷ്യനിലായിരിക്കും ഹൈ പ്രഷർ. കാറ്റ് എങ്ങനെ വീശുക? ഹൈ ടു ലോയിലേക്കാണ് കാറ്റ് വീശുന്നത്. അതേപോലെ തന്നെ ആ കാറ്റ് വീശുന്നത് വളഞ്ഞു പോകാനായിട്ട് കാരണം, ഇന്ത്യയുടെ ഉള്ളിലേക്ക് വളഞ്ഞു കയറാൻ കാരണം എന്താ? കോറിയോളിസിസ് ഫോഴ്സ് ആണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലത്തും മഴ കൊടുക്കുന്ന കാറ്റ് ഏത് കാറ്റാണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് ആണ്. അങ്ങനെ ആ സീസൺ അറിയപ്പെടുന്ന പേരെന്താ? സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പോൾ
ഇതാണ് മൺസൂൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൺസൂൺ ഏതാണെന്ന് ചോദിച്ചു, നമ്മൾ പറഞ്ഞു സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വിൻഡിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ്, ദീപ പർച്ചേസ്ഡ് എ മൊബൈൽ ഫോൺ ബട്ട് ഇറ്റ് വാസ് ഡാമേജ്ഡ് വിത്തിൻ ഇറ്റ്സ് വാറണ്ടി പീരീഡ്. ഷീ കുഡിന്റ് ഗെറ്റ് ഇറ്റ് റിപ്ലേസ്ഡ് ആസ് ഷീ ഡിഡിന്റ് റിസീവ് ദ ബിൽ അനലൈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ ബേസ്ഡ് ഓൺ ദിസ് പ്രോൺ. അതായത് ദീപ ഒരു മൊബൈൽ മേടിച്ചു. ഓക്കെ, അപ്പോൾ വാറണ്ടി പീരീഡ് തീരുന്ന മുമ്പ് എന്താ അത് നാശമായി പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആ ബില്ല് ആ ദീപ മേടിക്കാത്ത കാരണം അത് റിപ്ലേസ് ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം മേടിക്കുമ്പോൾ ബില്ല് നോക്കണ്ടേ മക്കളെ, ബില്ല് നോക്കണ്ടേ, ബില്ല് നോക്കി മേടിക്കണം. അതേപോലെ തന്നെ മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കണം. ഇതൊന്നും നോക്കിയില്ലെങ്കിൽ, ഇതൊന്നും നോക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ, നമ്മൾ മേടിച്ചില്ലെങ്കിൽ എന്താ നമുക്ക് കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ എന്താണ് ഒബ്ജക്റ്റീവ്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്, സിമ്പിളാണ്, ഒന്നുമില്ല. എന്താണ് കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ കൺസ്യൂമേഴ്സിന് അവരുടെ റെസ്പോൺസിബിലിറ്റി കുറിച്ച് എന്താണ് ഒരു ബോധവൽക്കരണം, ഒരു അവയർനെസ് ഇവിടെ കൊടുക്കുന്നു. അതേപോലെ തന്നെ ടു എൻഷുർ സേഫ്റ്റി ഇൻ ട്രേഡ്, എസ്പെഷ്യലി ഓൺലൈൻ ട്രേഡ്. അതേപോലെ തന്നെ എന്താ എത്തിക്സും റെഗുലേഷൻസും, മാർക്കറ്റിലെ എത്തിക്സ് റെഗുലേഷൻസ് എന്താണെന്ന് തിരിച്ചറിയിപ്പിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ കൺസ്യൂമറിന് ലോസിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കുന്നു. അതേപോലെ തന്നെ എന്താണ് ഹെൽത്ത് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നു. അതേപോലെ ലാസ്റ്റ് എന്താ കൺസ്യൂമർ ജസ്റ്റിസ് എന്താണ് നടപ്പിലാക്കുന്നു, അല്ലെങ്കിൽ അതിനെ എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു 4-3 എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. സെറ്റ്. ഇനി ഇത് ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഇതിലേതിന് 4-3 നിങ്ങൾക്ക് മാക്സിമം എഴുതാൻ പറ്റുന്ന പോയിന്റ് എഴുതി കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആണ്. അപ്പോൾ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. യെസ്, അത് തന്നെയാണ്, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. യെസ്, മക്കൾ എഴുതിയിട്ടുണ്ടാവും, ഷുവറായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് പോയിന്റ് 23 ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സ് ആൻഡ് ഇന്റർവെൻഷൻസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെന്റ്. ക്ലൈമറ്റിന് എൻവയോൺമെന്റിന് വേണ്ടി വന്നിരിക്കുന്ന ഏതെങ്കിലും 3 ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ്സും ഇന്റർവെൻഷൻസും എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇനീഷ്യേറ്റീവ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. ഓക്കെ, അതേപോലെ തന്നെ ഏതൊക്കെയാണ് അടുത്ത ഇനീഷ്യേറ്റീവ് ആയിട്ട് വരുന്നത്? നമ്മുടെ സ്റ്റോക്ക്ഹോം കോൺഫറൻസ്, എർത്ത് സമ്മിറ്റ്, ക്യോട്ടോ മോൺട്രൽ പ്രോട്ടോകോൾ, പാരീസ് അഗ്രിമെന്റ്, G20 സമ്മിറ്റ്. ഇതിന്റെ ഇന്റർവെൻഷൻസും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെറ്റാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും 3 എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. സെറ്റ്, മനസ്സിലായല്ലോ ഈ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ 23 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ നിന്ന നിൽപ്പിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താണ് 24ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 29ാമത്തെ ക്വസ്റ്റ്യൻ വരെ 4 മാർക്കാണ്. 4 അതിൽ കൂടുതലോ സെന്റൻസിൽ എഴുതണം. മനസ്സിലായല്ലോ? അപ്പോൾ പോയിന്റ് ആയാലും ഈ കണക്ക് തന്നെയാണ്. ഇനി നെക്സ്റ്റ് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? AB എന്ന് പറഞ്ഞ 2 ചേട്ടന്മാരെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൻ്റെ ഇടയിൽ വീശുന്ന കാറ്റുകളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ കാറ്റിൻ്റെ പേരും ആ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൻ്റെ പേരും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. സിമ്പിളാണ്. നമ്മുടെ വെസ്റ്റർലീസ് ആണ് A എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ B എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആരെയാണ് കൊടുത്തിരിക്കുന്നത്? B എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമ്മുടെ പോളാർ വിൻസിനെയാണ്. അപ്പോൾ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്ന് എന്താണ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റാണ് എന്താ നമ്മുടെ വെസ്റ്റർലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് തുടങ്ങി എന്താണ് നമ്മുടെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റാണ് എന്താ നമ്മുടെ ഈ പറഞ്ഞ പോളാർ വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കേസ് ഒന്ന് മക്കൾ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ A എന്ന് പറഞ്ഞ വെസ്റ്റർലീസ് ആണ്, B എന്ന് പറഞ്ഞ പോളാർ വിൻസ് ആണ്. അത് വീശുന്നത് എവിടെയാണ്, ഏതൊക്കെ പ്രഷർ ബെൽറ്റിൻ്റെ ഇടയിലാണ് വീശുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്തിൽ വരും? പെർമനന്റ് വിൻസിൽ വരും. അത് എന്തിൻ്റെ ഇടയിലാണ് വീശുന്നത്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൻ്റെ ഇടയിലാണ് വീശുന്നത്. യെസ്. ഇനി നെക്സ്റ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയർക്ക് എന്താണ്? അറ്റ്മോസ്ഫിയർ നമ്മുടെ അന്തരീക്ഷം പലതരത്തിൽ എന്താണ് ചൂട് പിടിക്കാറുണ്ട് അല്ലേ, ഹീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് എന്താണ് സ്റ്റേറ്റ്മെന്റ് ബൈ സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ബൈ എക്സ്പ്ലെയിനിങ് ദ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ. അതായത് നമ്മുടെ ഭൂമിയുടെ സർഫേസ് അല്ലേ, അറ്റ്മോസ്ഫിയർ ഈസ് ഹീറ്റഡ് ഫ്രം ദ എർത്ത് സർഫേസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് മെയിൻ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് വെച്ചുകൊണ്ട്? പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടൻഷൻ, കൺവെൻഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ.
ഈ 4 കാര്യങ്ങളുടെയും പേര് മാത്രം എഴുതിയാൽ പോരാ, ഇത് ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 മാർക്കാണ്. സെറ്റാണല്ലോ? ഓക്കെ. അപ്പോൾ പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ എഴുതേണ്ട ആൻസർ. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് 4 എണ്ണം. കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വെക്ഷൻ, റേഡിയേഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് 24ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ ലൈവിൽ ഷുവറായിട്ട് 100% വരുമെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് കോമൺ സെൻസ് നോളജിന്റെ ലിമിറ്റേഷൻസ്. അത് ABCD എന്ന് പറഞ്ഞിട്ട് മിസ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലിമിറ്റേഷൻ മാത്രം കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു? യെസ്, റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ഓർ പ്രാക്ടീസസ്, ബേസ്ഡ് ഇറ്റ്സെൽഫ് ഓൺ സ്റ്റീരിയോ ടൈപ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, നോട്ട് ബേസ്ഡ് ഓൺ സയന്റിഫിക് ഒബ്സർവേഷൻസ് ഓർ സ്റ്റഡീസ്, കോമൺ സോഷ്യൽ പ്രോബ്ലംസ് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്. ഇതാണ് കോമൺ സെൻസ് നോളജിന്റെ ലിമിറ്റേഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി ആ ഒരു 4 എണ്ണം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 മാർക്കാണ് മക്കളെ, 4 മാർക്കാണ്. ഇനി നെക്സ്റ്റ് ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിന് ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എടാ, അപ്പോൾ ഈ ടേബിളിൽ ചോദിച്ചിരിക്കുന്ന കാര്യം, ഈ ടേബിളിൽ കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ടേബിൾ വെറുതെ നോക്കിയിരിക്കാനല്ല ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐഡന്റിഫൈ ദ പീരീഡ് ഡ്യൂറിംഗ് വിച്ച് ദ ലോവസ്റ്റ് മെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഈസ് റെക്കോർഡഡ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം. അതായത് ലോവസ്റ്റ് മെയിൽ, അതായത് ഇവിടെ 2 റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. അപ്പോൾ മെയിലിൻ്റെ ഏറ്റവും കുറവായിട്ടുള്ള റേറ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഏത് വർഷമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഏതായിരിക്കും? 2018-19 ഈ വർഷമാണ് അല്ലേ? 74.9, ബാക്കിയൊക്കെ 75-ന് മീതെ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഫോർ ദ പീരീഡ് 2017-18. അപ്പോൾ 2017-18 സമയത്തെ ഫീമെയിലിൻ്റെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 21.1 വരുന്ന ഉത്തരം. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് compare the labor force participation rates of male and female and write your inference, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എന്താ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, ആ റേറ്റ് മെയിലിനെ ഫീമെയിലിനെ കമ്പയർ ചെയ്തുകൊണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, ഇവിടെ ഞാൻ ആൻസർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ കാർഡ് ആൻസറാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. അതായത് എന്താ, സ്ത്രീകൾ മെയിനായിട്ട് മുഖ്യധാരയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് കോമൺ ബിലീഫായിട്ട് വരുന്നത്. പക്ഷേ അവർക്ക് നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനായിട്ട് അല്ലെങ്കിൽ അത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, അവർക്ക് മെയിനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ? വീട്ടിൽ പ്രശ്നങ്ങളാവാം അല്ലെ, അതേപോലെ തന്നെ ജോലി കിട്ടാത്ത പ്രശ്നമാവാം, അവർ തഴയപ്പെടുന്നതാവാം, അതേപോലെ തന്നെ മെയിനായിട്ട് വുമണിന് എന്താണ് ഒരു സൊസൈറ്റിയിൽ ഒരു തഴച്ചിലുണ്ട്, അത് കാരണമാവാം. ഓക്കെ, അവർ ജോലി പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുന്നതുകൊണ്ടാവാം. ഇതൊക്കെയായിരിക്കും മെയിനായിട്ട് അവർക്ക് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കുറയാനായിട്ടുള്ള മെയിൻ കാരണം. അപ്പോൾ അതിവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞെന്നുള്ളൂ. ഒരു 3-4 പോയിന്റുകൾ അവിടെ എഴുതിയിരിക്കണം. കാരണം 2 മാർക്കിൻ്റെ ചോദ്യമാണ് ആ C സെക്ഷൻ മാത്രം. യെസ്, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. യെസ്, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയി? 26ാമത്തെ ക്വസ്റ്റ്യൻ ആയില്ലേ? അതിൽ 2 എണ്ണം വരുന്നുണ്ട്, A ഉണ്ട്, B ഉണ്ട്. A നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019? അതിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ചോദ്യം അല്ലേ? അതെന്താണ് അവിടെ കൊടുത്തിട്ടുള്ള ഫീച്ചേഴ്സ്? CCPA എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ അവർക്ക് പല പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട്, അതേപോലെ തന്നെ എന്താണ് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ് അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് കവറപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ എന്താണ് കൺസ്യൂമർ റെസൊല്യൂഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ കൗണ്ടർ ഫീറ്റ് അല്ലെങ്കിൽ എന്താണ് മായമുള്ള അല്ലെങ്കിൽ അഡൾട്ടേഡ് ആയിട്ടുള്ള ഗുഡ്സ് എന്താണ് സെല്ല് ചെയ്യുന്ന ആൾക്കാരെ പണിഷ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ഡിസിമിനേഷൻ അല്ലെങ്കിൽ പ്രചാരണം, പ്രചരണം മെയിനായിട്ട് ഇതെന്താണ് തടയുന്നുണ്ട്, അത് വേണ്ട എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ കൺസ്യൂമർ എഡ്യൂക്കേഷന് അല്ലെങ്കിൽ കൺസ്യൂമർ എഡ്യൂക്കേഷനുള്ള അവകാശം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. പ്ലീസ് നോട്ട്, നമുക്ക് ഇനി പഠിക്കാനില്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. യെസ്, മാർക്ക് 4 എണ്ണം കിട്ടി, 4 മാർക്ക് കിട്ടി, 4 എണ്ണം അല്ലോട്ടോ, 4 മാർക്ക് നമുക്ക് കിട്ടി. അപ്പോൾ അതെല്ലാവർക്കും സെറ്റായി എന്ന് സാർ വിശ്വസിക്കുകയാണ്. ഇനി B പാർട്ട്, മെൻഷൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു ബി അപ്രോച്ച്ഡ് അഗെയിൻസ്റ്റ് ഹെൽത്ത് കെയർ ആൻഡ് ബാങ്കിങ് ഫ്രോഡ്സ്. ബാങ്കിങ്, ഹെൽത്ത് കെയർ, ആ ഫ്രോഡ്സിനെതിരെ നമുക്ക് സമീപിക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഹെൽത്ത് കെയർ ഫ്രോഡ്സിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് എന്താണ് സമീപിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആരൊക്കെയാണ് സമീപിക്കാൻ പറ്റുക, എന്തെല്ലാം കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാനായിട്ട്
പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫയൽ എ കംപ്ലയിന്റ് ത്രൂ ദ ഗ്രീവിയൻസ് പോർട്ടൽ ഓഫ് ദ സ്റ്റേറ്റ് നാഷണൽ മെഡിക്കൽ കൗൺസിൽ, കംപ്ലയിന്റ് വിത്ത് എ റിപ്പോർട്ട് ടു ദ ഡയറക്ടർ ഓഫ് ഹെൽത്ത്, ഫയൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇൻ ഹൈ കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ഫോർ സീരിയസ് ഹെൽത്ത് ഫ്രോഡ്സ്, ഫയൽ എ കംപ്ലയിന്റ് ത്രൂ ദ ആരോഗ്യ സേതു ആപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ ഫ്രോഡിന്റെ സെക്ഷൻ കഴിഞ്ഞു. ദെൻ ബാങ്കിങ് ഫ്രോഡ്സ് ആണെങ്കിൽ 3 എണ്ണം ഉണ്ട്. അപ്രോച്ച് ദ ബാങ്ക് ഗ്രീവിയൻസ് റിഡ്രസൽ മെക്കാനിസം. ഇഫ് ദ ബാങ്ക് ഡസ് നോട്ട് റെസ്പോണ്ട് വിത്തിൻ 30 days you can approach the RBI ombudsman, banking ombudsman ടോൾ ഫ്രീ നമ്പർ ഒക്കെ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം എഴുതിയിട്ടുണ്ടെങ്കിൽ ദെൻ ആ 4 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഹെൽത്ത് കെയർ ഫ്രോഡ്സും ബാങ്കിങ് ഫ്രോഡ്സും നോക്കിക്കഴിഞ്ഞു. നമ്മൾ 26ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടായിരുന്നു ഗൈസ്. അപ്പോൾ അത് നമ്മൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, ഓറിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. യെസ്, ദെൻ മാർക്ക് ദ ലേബൽ ഓഫ് ദ ഫോളോയിങ് ജിയോ ഇൻഫോർമേഷൻ in the outline of the map. ഓക്കെ, ഔട്ട്ലൈൻ ഓഫ് ദ മാപ്പ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് എന്താണ് ഡെസേർട്ടിൻ്റെ പേര് ഇവിടെ മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഡെസേർട്ട് നോക്കാം. സഹാറ ഡെസേർട്ട് എ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ലാനോസ് ഗ്രാസ്ലാൻഡ്, അതേപോലെ തന്നെ കാലഹാരി ഡെസേർട്ട്, പ്രയറീസ് ഗ്രാസ്ലാൻഡ്സ്. ഇതൊക്കെ നമ്മുടെ എന്താണ് മാപ്പിൽ എവിടെയാണ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ മാപ്പിൽ മെയിനായിട്ട് ഇതെവിടെയൊക്കെ ആയിരിക്കും വരിക. മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ മാപ്പല്ല മക്കളെ, നമ്മുടെ വേൾഡ് മാപ്പാണ്. കോണ്ടിനൻസ് ഒക്കെ വരുന്ന മാപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് വരുന്നത്. അതിക്ക് മുമ്പ് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഞാൻ ഇവിടെ 3 വര കൊടുക്കുന്നുണ്ട്. ഓക്കെ, 3 വര എന്ന് പറഞ്ഞാൽ എന്താണ്, ചുമ്മാ കൊടുക്കുന്ന വരയല്ല, സെൻട്രിൽ കൂടെ പോകുന്ന വരയുടെ പേര് എന്താണ്, ഇക്വേറ്റർ. അത് നമ്മൾ എന്താ വിളിക്കുക, ഇക്വേറ്റർ എന്ന് വിളിക്കും. ഓക്കെ, 0 ഡിഗ്രിയാണ്. ദെൻ 23.5 ഡിഗ്രി എന്താണ് നോർത്ത്, 23.5 ഡിഗ്രി സൗത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത്, മെയിനായിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഓക്കെ, നമ്മുടെ സഹാറ ഡെസേർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സഹാറ ഡെസേർട്ട് എവിടെയാണ് വരുന്നത് സഹാറ? മെയിനായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. സഹാറ ഡെസേർട്ട്, സഹാറ എവിടെയായിരിക്കും വരിക? മെയിനായിട്ട് ഇതേ ഈ ഒരു ഭാഗത്താണോ? അയ്യോ, തെളിച്ചം വരുന്നില്ല. യെസ്, സഹാറ ഡെസേർട്ട് ഈ ഒരു ഭാഗത്താണ് സഹാറ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പ്രയറീസ് എന്ന് പറഞ്ഞ ഒരു ഗ്രാസ് ലാൻഡ് വരുന്നത്. അത് ഏകദേശം ഈ ലൈൻസിൻ്റെ മുകളിലാണ് പ്രിയറീസ് വരുന്നത്. അതേപോലെ തന്നെ കാലഹാരി വരുന്നത് ഏകദേശം ഈ ഒരു മാർജിനിലാണ് കാലഹാരി വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടിയുള്ള ഏതാണ്, നമ്മുടെ ലാനോസ് ആണ് അല്ലേ. ലാനോസ് വരുന്ന ഏകദേശം ഇവിടെയാണ് നമ്മുടെ ലാനോസ് വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇത് ഈ ലൈൻസ് ഇല്ലാണ്ട് വരയ്ക്കാം, ബട്ട് ബെറ്റർ ഈ ലൈൻസ് വെച്ച് ഇത് മാർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഈ ലൈൻസ് ഉണ്ടെങ്കിൽ തെറ്റിപ്പോയില്ല. കൃത്യമായിട്ടുള്ള ആ ഒരു ഏരിയ നമുക്ക് ലൈൻസ് വെച്ച് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇത് കൃത്യമായിട്ട് ഇത് കാണിച്ചു തരാം. ഇവിടെ സഹാറ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ മാർക്ക് ചെയ്ത സഹാറ ഇവിടെ വരുന്നുണ്ട്, കാലഹാരി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രയോറീസ് ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി ഏതാണ്, ലാനോസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് മാപ്പ് മാർക്കിങ്ങിന് ഉണ്ടായിരുന്നത്. എല്ലാവരും ഒന്ന് വലച്ച ചോദ്യമാണെന്നറിയാം. ഇത് വെരി സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുമെന്നറിയാം. അപ്പോൾ മെയിനായിട്ട് ഈ ക്വസ്റ്റിനെ കുറിച്ച് ഓർത്ത് ഒരു പരിഭവമോ പരാതിയോ വേണ്ട, നമ്മളിത് ഓവർകം ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ദ റോൾ ഓഫ് തിങ്കേഴ്സ് ഇൻ ഇൻസ്പയറിംഗ് ദ പീപ്പിൾ ടു പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ ഇൻജസ്റ്റിസ് എക്സിസ്റ്റഡ് ഇൻ ഫ്രാൻസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസിലെ തിങ്കേഴ്സിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത്. 4 തിങ്കേഴ്സ് പ്രധാനമായിട്ടും വരുന്നുണ്ട്. 3 ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. വോൾട്ടെയർ, റൂസോ, മോണ്ടസ്ക്യൂ. അത് കൂടാതെ ഒരാൾ എക്സ്ട്രാ വരുന്നുണ്ട്. ആരാണ്, നമ്മുടെ ജോൺ ലോക്ക് ആണ്. അപ്പോൾ വോൾട്ടെയർ, അതേപോലെ റൂസോ, ദെൻ മോണ്ടസ്ക്യൂ, ജോൺ ലോക്ക്. ഇവർ 4 പേരെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. മെയിനായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള വർക്കുകൾ ഏതാണ്, അവർ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. മാൻ ഈസ് ബോൺ ഫ്രീ, എവരിവെയർ ഹീസ് ഇൻ ചെയിൻ എന്ന് പറഞ്ഞത് ആരാണ്, സോഷ്യൽ കോൺട്രാക്ട് ആണ് എഴുതിയിട്ടുള്ളത്. 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെൻറ്. അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ 3 പവേഴ്സ് ആക്കി, ബ്രാഞ്ചസ് ആക്കി മാറ്റണം എന്ന് പറഞ്ഞത് ആരൊക്കെയാണ്. ഈ കാര്യങ്ങളൊക്കെ 3 പേരിലും അല്ലെങ്കിൽ 4 പേരിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. 4 മാർക്കാണ്. അപ്പോൾ മാക്സിമം 4 പേരെ കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ടാവണമെങ്കിൽ അത് കിട്ടുള്ളൂ. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ഹിസ്റ്റോറിയോഗ്രഫി ഡ്യൂറിംഗ് ദ റിനൈസൻസ് പീരീഡ് ഫ്രം ദ മിഡിൽ ഏജ്. ഹിസ്റ്റോറിയോഗ്രഫിയിൽ
ഹിസ്റ്ററിയിൽ ചരിത്ര രചനയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. മെയിനായിട്ട് ഇങ്ങോട്ട് നോക്കി, പണ്ട് ഹിസ്റ്ററി ഉണ്ടാക്കിയിരുന്നത് ദൈവമാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. അത് മാറി മനുഷ്യൻ ഇമ്പോർട്ടൻസ് വന്ന എപ്പോഴാണ്? റിനൈസൻസ് വന്നതിന് ശേഷമാണ്. ആർക്കിയോളജിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ എന്താണ് പുരാവസ്തു ഗവേഷണത്തിനൊക്കെ ഇമ്പോർട്ടൻസ് വന്നു. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് അവിടെ പ്രാധാന്യം വന്നു. അതേപോലെ തന്നെ നല്ല സയൻറ്റിഫിക് ആയിട്ടുള്ള തിയറീസ് അവിടെ വന്നു. പിന്നെ അതേപോലെ തന്നെ മാക്കിയവെല്ലി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് എന്താണ് റിനൈസൻസ് സമയത്ത് ഹിസ്റ്റോറിയോഗ്രഫിക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. മെയിനായിട്ട് നിങ്ങൾ ഈ ആദ്യത്തെ ഈ 4 പോയിന്റ് നോക്കിയാൽ മതി. ഈ 4 പോയിന്റിലെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദൈവം മാറി ആർക്ക് പ്രാധാന്യം വന്നു? ദൈവമല്ല ഹിസ്റ്ററി ഉണ്ടാക്കുന്നത്, മനുഷ്യനാണ്. മനുഷ്യന് പ്രാധാന്യം വന്നു. റിനൈസൻസ് പീരീഡിൽ ഒരുപാട് എക്സ്പ്ലനേഷൻസ്, ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വന്നു. അതേപോലെ തന്നെ എന്താണ് നല്ല രീതിയിലുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഇമ്പോർട്ടൻസ് വന്നു. ക്രിട്ടിക്കൽ തിങ്കിങ്, സയൻറ്റിഫിക് എൻക്വയറി ഒക്കെ വന്നു എന്ന് പറയുന്നുണ്ട്. ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ 4 മാർക്കാണ്. ഇനി ലാസ്റ്റ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. യെസ്, 30 and 31 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 30 and 31 ക്വസ്റ്റ്യൻ. അവിടെ 31 അല്ലെങ്കിൽ 30 ഈ 2 ക്വസ്റ്റ്യൻസ് മാർക്ക് അല്ലെങ്കിൽ ആൻസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്ര മാർക്കാണ്? 5 മാർക്ക് വെച്ച് കിട്ടും. മാർക്കല്ല, ആൻസർ തന്നെ ചെയ്യണം. വെറുതെ പോയിട്ട് മാർക്ക് ചെയ്ത് വെക്കരുത്. ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് മാറിയതാണ്. 30ഉം 31ഉം ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 5 മാർക്ക് വെച്ച് കിട്ടും. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആ ക്വസ്റ്റ്യൻസ്. അതിൽ 30 ജോഗ്രഫി സെക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. പാർട്ടിൽ ഹൗ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ആർ ഫോംഡ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എങ്ങനെ ഉണ്ടായിരിക്കുന്നത്? ആഗോള എന്താണ് മർദ്ദ എന്താണ് നമ്മുടെ ഗ്ലോബൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ആഗോള മർദ്ദങ്ങളാണെന്നോ, ആഗോള മർദ്ദ മേഖലകൾ. യെസ്, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് നമ്മൾ പറയും. അതെങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? മെയിനായിട്ട് നമ്മുടെ റൊട്ടേഷൻ, ഭൂമിയുടെ റൊട്ടേഷൻ അല്ലെങ്കിൽ ഭൂമിയുടെ ഭ്രമണം നടക്കുന്നത് കാരണം പല സ്ഥലത്ത് പല പ്രഷറാണ് അല്ലേ. അപ്പോൾ പല സോൺസ് ആണ്. അപ്പോൾ ഈ പല പ്രഷേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് പല സോൺസ് ആക്കി ഉണ്ടായിരിക്കുന്ന ബെൽറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. അതിൽ മെയിനായിട്ട് ക്ലാസിഫിക്കേഷൻ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതിന് ഈ ഒരു പിക്ചർ വരച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫുൾ മാർക്ക് 5 മാർക്ക് തന്നെ കിട്ടും. പിക്ചർ വരച്ച് എഴുതിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്, വെരി ഇമ്പാക്ട്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എത്ര ഡിഗ്രിയിൽ വരുന്നു, എവിടെയൊക്കെ വരുന്നു എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മാർക്കാണ് കേട്ടോ. ഓക്കെ, ഞാൻ പ്രത്യേകിച്ച് പറയുന്ന കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്കാണ്. കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം, അവിടെ 5 മാർക്കാണ് കേട്ടോ. ഇനി ബി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇൻഫോർമേഷൻ ക്യാൻ ബി ഇൻക്ലൂഡഡ് ടു പ്രിപ്പയർ എ സെമിനാർ പേപ്പർ ഓൺ ദ ടോപ്പിക് ആന്ത്രോപോജനിക് ഇൻ്റർവെൻഷൻസ് ദാറ്റ് അഗ്രവേറ്റ് നാച്ചുറൽ ക്ലൈമറ്റ് ചേഞ്ച്. അതായത് എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിന് പ്രധാനമായിട്ടും ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രവൃത്തികളാണ്. അതെങ്ങനെ കാരണമാകുന്നത് അതിനെ കുറിച്ചിട്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് എന്താണ് മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് കുറേ ഉണ്ടല്ലേ. എന്തൊക്കെയാണ് ഈ മനുഷ്യന്മാർ കാരണം ഓയിൽ മൈനിങ്, ഡിഫോറസ്റ്റേഷൻ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് അതൊക്കെയാണ് എന്താ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നല്ല രീതിയിൽ പ്രൊഡ്യൂസഡ് ആവാനും ഗ്രീൻ ഹൗസ് എഫക്റ്റ് സ്ട്രോങ് ആയിട്ട് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാനായിട്ട് കാരണമാവുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് നമ്മുടെ ഭൂമിക്ക് ആപത്താണ്, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാവും, ഭയങ്കര ബാഡ് ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് എഴുതേണ്ടത്. അതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സ്വന്തം വേർഡ്സിൽ എഴുതി കഴിഞ്ഞാൽ ബെറ്റർ ആണ്, നമുക്ക് തനിയെ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നെക്സ്റ്റ് 31ാമത്തെ ക്വസ്റ്റ്യൻ ഹിസ്റ്ററി സെക്ഷനിൽ നിന്നാണ്. കൗണ്ടർ റീഫോർമേഷനെ കുറിച്ചാണ് എഴുതാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. കൗണ്ടർ റീഫോർമേഷൻ എന്താണെന്ന് മാത്രം എഴുതിയാൽ പോരാ, കാത്തോലിക് ചർച്ച് ഓരോ ഇനീഷ്യേറ്റീവ്സും ഈ കൗണ്ടർ റീഫോർമേഷൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെയിനായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇവർ നമ്മുടെ ഈ പറഞ്ഞ ഒരു സിനദ് അല്ലേ, ഇതൊക്കെ കണ്ടക്ട് ചെയ്തെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് കാത്തോലിക് ചർച്ച് സ്വന്തമായിട്ട് എന്താണ് നന്നാവാനായിട്ട് എല്ലാ കറകളും കഴുകി കളയാനായിട്ട് കൊണ്ടുവന്ന റീഫോർമേഷൻ്റെ പേരാണ് കൗണ്ടർ റീഫോർമേഷൻ അല്ലെങ്കിൽ പ്രതിമത നവീകരണം. അപ്പോൾ റീഫോർമേഷൻ നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെയായി, കാരണം അവർ ആ റീഫോർമേഷൻ വഴി ഇവരുടെ ചർച്ച നന്നായി കഴിഞ്ഞാൽ ഇവർക്ക് ചീത്തപ്പേരാണ്. അപ്പോൾ സ്വന്തമായിട്ട് നന്നാവാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള റീഫോർമേഷനാണ് കൗണ്ടർ റീഫോർമേഷൻ. ഏത് ചർച്ച കൊണ്ടുവന്നിട്ടുള്ളത്? കാത്തോലിക് ചർച്ച്. അപ്പോൾ മെയിനായിട്ട് ഇത് ലീഡർഷിപ്പ് കൊടുത്തത് എന്താണ്? നമ്മുടെ സിനദ് അല്ലെങ്കിൽ സുനഹദോസ് എന്ന് പറയുന്ന ഒരു കൗൺസിലാണ്. അതേപോലെ തന്നെ മെയിനായിട്ട് ഈ കാത്തോലിക് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഇൻകറക്റ്റ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ധാരണകളൊക്കെ ഇതോടുകൂടി എന്താണ് മാറി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ സെയിൽ ഓഫ് ഇൻ്റലിജൻസസ്, പാപവിമോചന പത്രം അവിടെ എന്താണ് ബാൻഡായി. അതേപോലെ തന്നെ ഒരുപാട് ബുക്സുകൾ നമ്മുടെ ഈ മതവിശ്വാസികൾ വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരൊരു ലിസ്റ്റാക്കി ഇൻഡെക്സ് എന്ന് പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കോർട്ട്
ഓഫ് ഇൻക്വസിഷൻ, വിചാരണ കോടതി പണ്ടുണ്ടായിരുന്നാണ് തിരിച്ചു കൊണ്ടുവന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇഗ്നേഷ്യസ് ലോയോള എന്ന് പറഞ്ഞ ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹം എന്താണ് കൗണ്ടർ റീഫോർമേഷന് നല്ല രീതിയിൽ എന്താണ് ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന ആളാണ്. അതേപോലെ തന്നെ മെയിനായിട്ട് എന്താണ് ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ കാത്തോലിക് ചർച്ച ചെയ്തിട്ടുണ്ട്. ഫൈനലി എന്താണ് കാത്തോലിക് റീഫോർമേഷൻ വഴി ഒരുപാട് റോങ് ടെൻഡൻസീസ് നമ്മുടെ കാത്തോലിക് ചർച്ചിന് ഉണ്ടായിരുന്നത് അവർ കഴുകി കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇതാണ് കൗണ്ടർ റീഫോർമേഷൻ. അപ്പോൾ ഈ വരുന്ന പോയിന്റ് ഞാൻ ടിക്ക് ചെയ്തേക്കണ ഈ പോയിന്റ് ഒക്കെ എന്താണ്, ഇത് ഇമ്പാക്ട് ഓഫ് റീഫോർമേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാവുന്ന പോയിന്റ് ആണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ 5 മാർക്കാണ്. ഇനി ലാസ്റ്റ് നോബിൾസ് ഫൈറ്റ്, പ്രീച്ച്ഡ്, പ്രേ ആൻഡ് ദ കോമൺസ് പേ unlike the social system that existed in France in the 18th century based on the above statement. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് 18ാം നൂറ്റാണ്ടിൽ 18ാം സെഞ്ചുറിയിൽ എന്താണ് നമ്മുടെ സോഷ്യൽ സിസ്റ്റം, ഫ്രാൻസിലെ സോഷ്യൽ സിസ്റ്റം എന്താണെന്നാണ് ചോദിച്ചിരുന്നത്. അതായത് നോബിൾസ് ഫൈറ്റ് ചെയ്യും, അവർ ആർമിക്കാർ മിലിറ്ററിക്കാർ അവർ ഫൈറ്റ് ചെയ്യും അല്ലേ. പ്രീസ്റ്റ് എന്താണ് പ്രേ ചെയ്യും, കോമൺസ് എന്താണ് പേ ചെയ്യും. അതായത് കോമൺസ് എന്താണ് ഈ പറഞ്ഞ ടാക്സ് ഒക്കെ ഇട്ട് ഒരുപാട് പൈസ കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് എന്താണ് നമ്മുടെ സോഷ്യൽ സിസ്റ്റം, ഫ്രാൻസിലെ സോഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അവിടെ എന്താ എഴുതേണ്ടത്, നമുക്ക് 3 എസ്റ്റേറ്റ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജി, സെക്കൻഡ് എസ്റ്റേറ്റ് നോബിൾസ്, തേർഡ് എസ്റ്റേറ്റ് കോമൺസ്. ഇവരെ കാര്യങ്ങൾ എഴുതേണ്ടത്. നോബിൾസ് എന്നാൽ രാജാക്കന്മാരെ നല്ല ബന്ധം പുലർത്തിയിരുന്ന ആൾക്കാരായിരുന്നു രാജാക്കന്മാരായിട്ട്. അതേപോലെ തന്നെ മെയിനായിട്ട് നമ്മുടെ ക്ലർജിയുടെ കേസാണ് ഞാൻ പറഞ്ഞ രാജാക്കന്മാരായിട്ട് ബന്ധം പുലർത്തിയിരുന്ന ആൾക്കാരാണ്. അപ്പോൾ മെയിനായിട്ട് അവർക്ക് ഒരുപാട് ലാൻഡ് കാര്യങ്ങളുണ്ടായിരുന്നു, അവർ പെസൻസിൻ്റെ കയ്യിൽ നിന്ന് ടീതിയൊക്കെ മേടിച്ചിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുക. അതേപോലെ തന്നെ രാജാവിന് ഒരുപാട് ഗിഫ്റ്റ് അവർ കൊടുക്കുമായിരുന്നു. അതേപോലെ നോബിൾസ് ആണെങ്കിൽ മിലിറ്ററിയിൽ നല്ല ഹൈ പൊസിഷൻസ് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു, അവരും പല ടാക്സസ് ആരെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരുന്നു, കോമൺസിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് കളക്ട് ചെയ്തിരുന്നു എന്നുള്ള കേസൊക്കെ എന്താണ് ഇവിടെ നമ്മൾ എഴുതി വെക്കാം. അതേപോലെ തന്നെ കോമൺസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവർ ഒരുപാട് എന്താണ് ഈ പറഞ്ഞ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് നല്ല ദാരിദ്ര്യമായിരുന്നു. മറ്റ് നോബിൾസും പ്രീസ്റ്റും നല്ല അടിപൊളിയായിട്ട് ജീവിക്കുമ്പോൾ ഇവർ കഷ്ടപ്പാടിലാണ് ജീവിച്ചിരുന്നത്, ഇവർ ഒരുപാട് ടാക്സ് അവർക്ക് കൊടുത്തിരുന്നു. അതേപോലെ തന്നെ മെയിനായിട്ട് എന്താ ഇവർ ഒരുപാട് കാര്യങ്ങൾ എന്താണ് പൈസ കൊടുക്കാണ്ട് ഇവർ ചെയ്യാം. ഓക്കെ, പൈസ കൊടുക്കാൻ പാടില്ല, പക്ഷെ ഇവർ ചെയ്യണം. അതിൽ 2 കാര്യങ്ങളാണ്. മിലിറ്ററി സർവീസസ് എന്താണ് ആവശ്യമുള്ള സമയത്ത് ഇവർ കൊടുക്കണം. അതേപോലെ തന്നെ ഈ വാട്ടർ വേസ്, പബ്ലിക് റോഡ്സ്, ബ്രിഡ്ജസ് ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷന് ഫ്രീ ആയിട്ട് എന്താണ് ഇവർ ജോലി ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ആരെങ്കിലും ഫ്രീ ആയിട്ട് ജോലിക്ക് വിളിച്ച് കഴിഞ്ഞാൽ പോവോ? ഇല്ല. പണ്ടത്തെ കാലത്തെ അവസ്ഥ ഇതായിരുന്നു, ഇവരെ അടിച്ച് ക്രൂരമാക്കിയാണ് എന്താ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ 5 മാർക്കിൻ്റെ സെക്ഷൻസ് എനിക്ക് തോന്നുന്നു എളുപ്പമായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം. നിങ്ങൾ എഴുതിയിട്ടുണ്ട്, സെറ്റാണ്. അപ്പോൾ എല്ലാവരും എന്താ നല്ല രീതിയിൽ നമ്മുടെ സോഷ്യൽ സയൻസ് എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മാർക്കൊക്കെ കിട്ടും. ഞാൻ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ മാർക്ക് അറിയാനായിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി കമൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ സെക്ഷനിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് എക്സാമിനേഷന് വന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഓരോന്നും എങ്ങനെ എഴുതണം എന്ന് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് മക്കൾക്ക് എല്ലാ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ എഴുതണമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെന്ന് സാർ വിശ്വസിക്കുകയാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. നല്ല രീതിയിൽ എന്താണ് ആൻസേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുക. ടെൻഷൻ അടിയൊന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഉപകാരം എന്താണ് നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് എങ്ങനെ എഴുതണം എന്നുള്ളൊരു കാര്യം അറിയാനായിട്ട് ആ ഒരു ഉപകാരത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ പവറായിട്ട് നമ്മുടെ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ സോഷ്യൽ സയൻസ് പവറായിട്ട് പഠിച്ച പോലെ തന്നെ ഇനി വരും എക്സാമിനേഷൻസ് പവറായിട്ട് പഠിക്കുക. നമ്മൾ ലൈവിൽ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ വന്നിട്ടുണ്ടായിരുന്നു, കാണാൻ സാധിച്ചിരുന്നു. വളരെ വളരെ സന്തോഷം. അപ്പോൾ സെറ്റ് പവർ. അപ്പോൾ എല്ലാവരും പവറായിട്ട് ഇനി വരുന്ന എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, വെരി വെരി ബെസ്റ്റ് വിഷസ്. ദെൻ താങ്ക് യു.